പൗരത്വത്തിന് മതം എങ്ങനെയാണ് ഒരു ഘടകമാകുന്നത് എന്ന് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എൻ ആർ സിയും സി എ എയും വന്നതോടുകൂടി തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത നമുക്ക് വന്നിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ ഇത് വളരെ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ 356 വകുപ്പായിക്കൊള്ളട്ടെ, ഒറ്റ ഇലക്ഷൻ്റെ കാര്യത്തിനായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെയും സംഘപരിവാർ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹിന്ദുത്വത്തിലേക്കുള്ള അടുത്ത പടി എന്നൊക്കെ പറയേണ്ട സാഹചര്യമുണ്ടോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 350 സീറ്റിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കണം. അതെന്തു വില കൊടുത്തും ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പകുതി മാത്രം പൂർത്തിയായിട്ടുള്ള രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും താങ്കളുടെ വിശദീകരണം. ഇവിടെ 500 കൊല്ലത്തെ അടിമത്വത്തിൽ നിന്ന് മോചനം നേടിയെന്നൊരു വാദം കേട്ടു. നിങ്ങൾ അക്ഷരം പഠിക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പൂജിക്കാൻ പാടില്ല, നിങ്ങൾ ചാതുർവർണ്ണത്തിൻ്റെ ഭാഗമായി വഴിയെ നടക്കാൻ പാടില്ല, ഈ ഉണ്ടാക്കിയ ഒരു അമ്പലത്തിനകത്തും നിങ്ങൾക്ക് പ്രവേശനമില്ല. ഇപ്പം നമ്മുടെ അക്ഷതമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിലേക്ക് വരണമെന്ന് വിളിക്കുമ്പോൾ ഒരാൾക്കും അമ്പലത്തിൽ പോകാൻ അവകാശമില്ലായിരുന്നു. ഇന്നത്തെ ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന ഒരു അമ്പലത്തിൽ കയറാൻ പറ്റുന്ന ആളുകൾ ആരാ? പി കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി മണി അടിച്ച് തൊഴുതപ്പോൾ അദ്ദേഹത്തെ അടിച്ചത് എന്തിനാ? അദ്ദേഹത്തിന് മണി അടിച്ചു തൊഴാൻ അവകാശമില്ല. അങ്ങനെ അടിച്ചു തൊഴുതൊരു പാരമ്പര്യത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ഈ രാമക്ഷേത്രത്തിൽ പോകാൻ അവകാശമുണ്ടാക്കി കൊടുത്തത് കേരളത്തെ സംബന്ധിച്ചെങ്കിലും ശ്രീനാരായണ ഗുരുദേവന് ഓർക്കാം. 1888 ഒരു പ്രതിഷ്ഠ. നമ്മൾ പ്രതിഷ്ഠ ആരാ നടത്തണമെന്ന് ചോദിച്ചാൽ ഈഴവ ശിവനെയാണ്. നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് പറയുമ്പോൾ എന്തിനാ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത്? അപ്പോൾ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു കാലുഷ്യത്തിൻ്റെ അല്ല, അത് ഒരു കലഹത്തിൻ്റെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഗുരുദേവൻ തെളിയിച്ചിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര ഹിന്ദുക്കൾ ഉണ്ടാകുമായിരുന്നു ഇവിടെ? നമ്മുടെ ഈ ഹിന്ദുക്കളെന്ന് കേട്ടാൽ ഉടനെ പുളകം കൊള്ളാൻ എത്ര പേര് നാട്ടിൽ കാണുമായിരുന്നു? അപ്പോൾ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് ഇവർ ആർത്ത് വിളിക്കുമ്പോൾ ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുച്ചരിക്കാൻ വല്ല യോഗ്യത ആർക്കെങ്കിലും ഉണ്ടോ ബി ജെ പിക്കാർക്ക്? നെഹ്റു ജയിലിൽ കിടക്കുന്ന കാലത്തെല്ലാം കാല് തിരുമ്മി മാപ്പ് എഴുതിക്കൊണ്ടിരുന്ന ആളുകളെല്ലാം നെഹ്റു എല്ലാം പിഴച്ചുപോയി. ഞാൻ നെഹ്റുവിൻ്റെ ആരാധകനൊന്നുമല്ല, പക്ഷെ നെഹ്റു മഹാത്മാഗാന്ധിയൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകമാണ്. ഞങ്ങൾക്ക് വിമർശനങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിമർശനങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഗാന്ധിയെ കൊന്ന പോലെ നെഹ്റുവിനെ കൊല്ലാൻ കിട്ടിയില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നിട്ട് പറയുകയാണ് 500 കൊല്ലത്തെ അടിമത്വം. ചാതുർവർണ്ണം ഉണ്ടാക്കിയ അടിമത്വം ആരാ അവസാനിപ്പിച്ചത്? നിങ്ങളാരെങ്കിലും ആണോ? അവിടെ അടിമത്വത്തിൻ്റെ കഥയൊന്നും പറഞ്ഞ് ആരും ഇവിടെ മുന്നോട്ട് പോകണ്ട. പിന്നെ സെക്കുലറിസം എവിടുന്നാണ് തുടങ്ങിയത്? സെക്കുലറിസത്തിൻ്റെ പ്രഭവ കേന്ദ്രം ബുദ്ധമതമാണ്. ബ്രാഹ്മണർക്കും ശ്രമണർക്കും തുല്യനീതി എന്ന് പറയുന്ന അശോകൻ്റെ ശിലാശാസനം ഗുജറാത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 2200 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്, 2300 കൊല്ലം മുമ്പത്തെ കഥ. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അശോക ധമ എവിടുന്ന് വന്നു? അത് ഹിന്ദുധർമ്മം അല്ല, ധമ ഓഫ് അശോക. സാരാനാഥിലെ ശില്പം നമ്മളെങ്ങനെ എടുത്തത്? നമ്മുടെ ചക്രം നമ്മളെങ്ങനെ എടുത്തത്? നോക്കൂ, അവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൂട്ടരല്ല, ഏതെങ്കിലും ഒരു കൂട്ടരിലേക്ക് ചുരുക്കാനാവില്ല. പിന്നെ ഭരണഘടനയിൽ സെക്കുലറിസം കൊണ്ടൊന്നും ഇന്ദിരാഗാന്ധി ഒന്നുമല്ല. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് പ്രിയാമ്പിൾ എഴുതിയപ്പോൾ നമ്മുടെ ഭരണഘടന സെക്കുലറായി. ഇത് നെയിം ഓഫ് ഗോഡ് എന്ന് കാമത്ത് പറഞ്ഞ് തള്ളപ്പെട്ടപ്പോൾ ഇന്ത്യൻ ഭരണഘടന സെക്കുലറായി. ആ ഭരണഘടനയിലെ ഉണ്ടാക്കിയിരുന്ന ഒരു പങ്കുമില്ലാത്ത ആളുകൾ പിന്നെ വന്ന് അധികാരം പിടിച്ച് അധികാരത്തിൻ്റെ ഭാഗമായി കുറേ കോലാഹലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്നാൽ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പുച്ഛിക്കുകയുള്ളൂ. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? 10 കൊല്ലം നരേന്ദ്രമോദി എന്ത് നേടി, എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറ്റം എന്നാ ചെയ്തു? 430 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് കുറ്റിയുടെ വില 1200 ആക്കിയിട്ട് ഞങ്ങൾ ഉജ്ജ്വല യോജന ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്ത് യോജനയാണ്? ദാരിദ്ര്യരേഖയുടെ പട്ടിക എടുത്തിട്ട് ഇന്ത്യ രാജ്യം 111 സ്ഥാനത്തേക്ക് പോയി. നിങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ പേര് പറയുകയാണ്, ലോകം മുഴുവൻ ജയിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോ രംഗത്തും ഗ്രാഫ് വരുമ്പോൾ ഇന്ത്യ താഴോട്ട് മുന്നുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നോടെ ലോകത്തിൻ്റെ ഏത് റാങ്കിങ് എടുത്താലും ഇന്ത്യ മുന്നോട്ടല്ല പുറകോട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പത്ത് വളരുന്നുണ്ട്. ശരിയാണ്, 143 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആകെ സമ്പത്തിനകത്ത് വളരും. ആ വളർച്ച എന്ന് പറയുന്നത് ആകെ മൊത്തം വളർച്ചയാണ്. ആളോഹരി വളർച്ചയിൽ ഇന്ത്യ 127 സ്ഥാനമാണ്. ഒരു ഇന്ത്യക്കാരൻ്റെ വരുമാനം, ഒരു ഹിന്ദുവിൻ്റെ വരുമാനം അദാനിയുടേതല്ല, അംബാനിയുടേതല്ല, ഇന്ത്യയിലെ സാധാരണക്കാരനായ ഒരു ഹിന്ദുവിൻ്റെ വരുമാനം.
അല്ലെങ്കിൽ കർസേവയ്ക്ക് പോയി കൊല്ലപ്പെട്ട ഹിന്ദുവിൻ്റെ വരുമാനം. നിങ്ങൾ ഓർക്കാതെ പോയൊരു കൂട്ടരതാണല്ലോ. കർസേവയ്ക്ക് പോയിട്ട് അതിൻ്റെ അടിപ്പെട്ട് കുറേ പേര് ചതഞ്ഞരഞ്ഞ് മരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുധർമ്മം അനുസരിച്ച് രക്തം വീണ്ടെടുത്ത് എങ്ങനെയാണ് ഒരു ക്ഷേത്രം ഉയരുക? ഞാൻ ഹിന്ദുധർമ്മ ശങ്കരാചാര്യ ചോദിച്ചാണ് കേട്ടോ. പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന് എങ്ങനെയാണ് നിങ്ങൾ മകുടം വെക്കുക? മാത്രമല്ല ഇന്ന് കണ്ട രീതിയിലുള്ളൊരു പ്രതിഷ്ഠാകർമ്മം എവിടെ നടക്കും? ഏത് മതത്തിൻ്റെ ആചാരപ്രകാരം നിങ്ങൾ പ്രതിഷ്ഠിച്ചത്? മോഹൻ ഭഗവതിനെ നടുക്കിരുത്തി. അത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പഴയ എന്താ പറയുക, സീതാദേവിയും ശ്രീരാമനും കൂടെ കൂടിച്ചേർന്ന് അവിടെ അയോധ്യയിൽ പട്ടാഭിഷേകം നടത്തുന്നതിന് പറഞ്ഞ്. അപ്പോൾ കാഞ്ചന സീതയെ കൊണ്ടുവന്നു. നരേന്ദ്രമോദിയുടെ കാഞ്ചന സീത ആരായിരുന്നു? നിങ്ങൾ യജമാന സ്ഥാനത്ത്. ഒളിച്ചു കളിയല്ലേ? ഒരു ദിവസം പറയോ യജമാനൻ, പിന്നെ പറയും യജമാനല്ല. ഒളിച്ചു കളിയല്ലേ? നാട്ടുകാരെ പറ്റിച്ച് എത്ര കാലം നിങ്ങൾക്ക് നടക്കാൻ പറ്റും? ഇതെല്ലാം നിങ്ങൾ തൊണ്ട് സഹിതം പിടിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ തൽക്കാലം ഒരു കോടതി വിധിയുടെ പിൻബലത്തിൽ കിട്ടിയൊരവകാശം വെച്ചിട്ട് തൽക്കാലം അങ്ങ് ചാമ്പി കൊടുത്തു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സുപ്രീം കോടതിയിൽ ആരെങ്കിലും ഇക്കാര്യം അറിയിച്ചിരുന്നെങ്കിൽ കോടതിക്ക് ഇക്കാര്യത്തിൽ യുക്തിസഹമായി ഇടപെടാം. എങ്ങനെ ഇടപെടാം? അമ്പലം പണിയണമെന്ന കോടതി വിധി നടപ്പാക്കണം, പള്ളി പണിയണമെന്ന കോടതി വിധി നടപ്പാക്കണം. ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടന പറയുന്ന മതനിരപേക്ഷമായി ചെയ്യണം. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ പള്ളി നിർമ്മിക്കുമ്പോൾ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോകുമോ? ഇവരെ ഇപ്പോൾ പോയ ആളുകൾ പള്ളിയുടെ ഉദ്ഘാടനത്തിന് തിരഞ്ഞ് ഇങ്ങനെ നടത്തുമോ? അവിടെ യജമാനാകുമോ? നിങ്ങൾ അമ്പലത്തിൻ്റെ യജമാനായല്ലോ, പള്ളിയുടെ യജമാനാകുമോ ഒരു പ്രധാനമന്ത്രി? അപ്പോൾ രാഷ്ട്രപതി പോയാൽ മതിയോ? ദ്രൗപദി മുർമുവിനെ വിടുവോ? നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയൊക്കെ ഈ നാട്ടിലെ ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതൊന്നും വില പോകാൻ പോകുന്നില്ല. 350 പോയിട്ട് BJP മുഞ്ഞുകുത്തുന്നതിൻ്റെ പരാക്രമമാണ്. അവധൂതനെ പോലെ അമ്പലങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ് നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഇതെല്ലാം ഒരു ഇലക്ഷൻ പ്രചരണമാണ്. ക്ഷേത്രത്തെ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിച്ചാൽ ഗതി പിടിക്കാൻ പോകുന്നില്ല BJP. മറുപടി സന്ദീപ്.